ഹലോ, നമുക്കിന്ന് ഈ 2 നൂല് വെച്ചിട്ട് ഒരു അടിപൊളി കീ ചെയിൻ ഉണ്ടാക്കി ഇഷ്ടമുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുത്താലോ. ഒരു ടെഡി ബിയറിൻ്റെ കീ ചെയിൻ ഉണ്ടാക്കാമേ. ഇത് കണ്ടോ, ഈ പിക്ചേഴ്സിൽ കാണിച്ച പോലെ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ടെഡി ബിയർ കീ ചെയിന്. അതിന് ഇഷ്ടമുള്ള 2 കളർ നൂലെടുക്കണം. ഞാൻ ഈ 2 കളറാണ് എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മൾ ഇഷ്ടമുള്ള കളർ നൂലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മളിത് മൂക്കും ചെവിയും ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മളിപ്പോൾ എടുക്കുന്ന സൈസിനനുസരിച്ച് ചെറുതോ വലുതോ അതിന് സൈസിനനുസരിച്ച് നമ്മളിങ്ങനെ വിരൽ ചുറ്റി കൊടുത്താൽ മതി. നല്ലോണം ചുറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് അത് നല്ല ടൈറ്റായിട്ട് കെട്ടണം. അപ്പം നല്ല നൂലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല, എൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നൂലാണ്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ നൂലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് നിൽക്കത്തില്ല, കെട്ടിക്കഴിഞ്ഞാലും നിൽക്കത്തില്ല. ഞാനാണെങ്കിൽ കഷ്ടപ്പെട്ട് 2 കെട്ടിയായിരുന്നു, അത് പോയി നേരത്തെ ഉണ്ടാക്കിയതിൽ. അപ്പം ഞാൻ ടൈറ്റിൽ കെട്ടാനൊക്കെ നോക്കി, എന്നാലും അത് നിൽക്കുന്നൊന്നുമില്ല. നല്ല മുറുക്കെ കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ കത്രിക വെച്ച് മുറിക്കാൻ നേരത്ത് അതേപോലെ ഇറക്കിക്കൊണ്ട് വന്നാൽ ആ ഓട്ടയിൽ കൂടെ ഇട്ട് ഈസി ആയിട്ട് വെട്ടിയെടുക്കാമേ നമുക്ക്. ഇല്ലെങ്കിൽ പിന്നെ അതും ഇതും അയിലയിലൊക്കെ കുഴഞ്ഞു മറിഞ്ഞ് വെട്ടാൻ നല്ല പാടായിരിക്കും. അപ്പോൾ നല്ല വൃത്തിക്ക് വെട്ടി കിട്ടും ഇങ്ങനെ വെട്ടിയിട്ടുണ്ടെങ്കിൽ. ഇനിയാണ് ടാസ്ക്, നമ്മൾ സൈഡെല്ലാം നല്ല വൃത്തിക്ക് വെട്ടിയെടുക്കണം, ഇല്ലെങ്കിൽ നല്ല കുളമായിട്ട് കിട്ടും. എൻ്റെ എത്ര കെട്ടിയാലും ഊരിപ്പോകുന്ന നൂലാണേ. അതുകൊണ്ട് ഞാൻ ഒന്ന് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചാലോ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. വിചാരം മാത്രമേ ഉള്ളൂ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെ എനിക്ക് പറ്റാൻ പോകുന്നത്. എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെക്കും. ഇപ്പം അതേ ഗ്ലൂ ഗണ്ണിൻ്റെ സ്വിച്ച് ഇട്ടാതുകൊണ്ട് ഗ്ലൂ ഒന്നും ഹീറ്റ് ആയിട്ടില്ല, അതുകൊണ്ടൊന്നും നടക്കത്തില്ല. പക്ഷെ കുഴപ്പമില്ല, നമ്മളിത് ഫൈനലി ഒട്ടിക്കാം. നമുക്ക് അതിനു മുമ്പ് നമുക്കിപ്പോൾ ചീപ്പ് എടുത്തിട്ട് നല്ല വൃത്തിക്ക് ചീവ് വെക്കാം. എന്തായാലും ഗ്ലൂപ്പിൻ്റെ ഒരു സൈഡിലിരുന്ന് ചൂടാവട്ടെ. അപ്പോൾ നല്ല വൃത്തിക്ക് നമുക്ക് ചീപ്പ് എടുത്തിട്ട് ഇങ്ങനെ ചീവിട്ടുണ്ടെങ്കിൽ ആ കെട്ടിയൊന്ന് വിടുന്നത് നല്ല സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ ഓൾറെഡി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വൂളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അത് വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ ഇച്ചിരി തരി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചീവി എടുത്തത്. അത് കഴിഞ്ഞിട്ട് നല്ല സൈഡൊക്കെ ഇങ്ങനെ നല്ല വൃത്തിക്ക് വെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടുമേ. അപ്പം നമ്മുടെ വെട്ടൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതുണ്ടോ, ഞാൻ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രോമം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാം, നല്ല രസമുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 ചെവി ഇനി ഉണ്ടാക്കണം. ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് മൂക്കാണ്. ഇനി 2 ചെവി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനും സെയിം നേരത്തെ ഈ മൂക്കുണ്ടാക്കിയതുപോലെ തന്നെ നമ്മളിങ്ങനെ കൈ ചുറ്റി എടുത്ത് ഉണ്ടാക്കിയാൽ മതി. ഇതുപോലെ നല്ല സൂപ്പറായിട്ട് ചുറ്റിയെടുക്കാം. ഫൈനലി നമ്മുടെ കണ്ണും മൂക്കും ചെവി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തലയ്ക്ക് ഞാൻ ഡാർക്ക് ബ്രൗൺ ആണ് എടുക്കുന്നത്. സെയിം പ്രൊസീജിയറാണ്. എങ്ങനെയാണോ കണ്ണും മൂക്കും ചെവിയും ഉണ്ടാക്കിയത് അതേപോലെ തന്നെ, കണ്ണില്ല മൂക്കും ചെവിയും എങ്ങനെയാണോ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഇച്ചിരി വലുതാക്കിയിട്ട് ചുറ്റണേ. കയ്യിൽ ഇച്ചിരി വലുതാക്കി ചുറ്റി സെയിം നമ്മൾ നേരത്തെ കെട്ടിയതുപോലെ വെട്ടി ചീവി വൃത്തിയാക്കി എടുത്താൽ മതി. ഇത് വെട്ടാൻ നേരത്ത് ഒരു വള്ളി വിട്ടിട്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ ഇപ്പം ഇരുന്ന് ഒട്ടിക്കേണ്ട ആവശ്യം വരത്തില്ല. കീ ചെയിൻ തൂക്കാൻ വേണ്ടി ആ വള്ളിയിൽ നമുക്ക് എളുപ്പത്തിൽ തൂക്കാൻ പറ്റും. ഇപ്പം എല്ലാ പാർട്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പാർട്സ് ആയിട്ട് ഒട്ടിക്കാം. ആദ്യം നമ്മൾ ചെവി ഒട്ടിച്ച് കൊടുക്കുകയാണേ. നല്ല വൃത്തിക്ക് ഒട്ടിക്കണം, ഇല്ലെങ്കിൽ ഇത് ചെവി ഇപ്പോൾ പറഞ്ഞു വരുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു ഒഴുകി തൂങ്ങി വരും. അപ്പോൾ നല്ല ഉറപ്പിച്ച് നല്ലോണം ഒട്ടിക്കുക. ചെവിയും മൂക്കും ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിനി കണ്ണും മൂക്കും വെക്കണം. കണ്ണും മൂക്കും വെക്കാൻ എൻ്റെ അടുത്ത് ഒന്നുമില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഒരു ബ്ലാക്ക് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് പെൻ ക്യാപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് വരയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാവും. ആ സാധനം എടുത്തിട്ട് ഇതുപോലെ പേപ്പറിൻ്റെ മണ്ടയിൽ വെക്കണം. വെച്ച് കഴിഞ്ഞിട്ട് വട്ടമിട്ട് നല്ല കറക്റ്റ് വട്ടത്തിൽ വെട്ടിയെടുക്കണം. ഞാനിങ്ങനെ ആക്രി ആയിട്ടാണ് വെട്ടിയെടുക്കുന്നത്. അപ്പം നല്ല കറക്റ്റ് വട്ടത്തിൽ വൃത്തിയായിട്ട് വെട്ടിയെടുത്ത് നമുക്ക് കണ്ണൊപ്പിക്കാൻ പറ്റും. പിന്നെ മൂക്ക് നമുക്ക് തോന്നിയ ദിവസമാണല്ലോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ മൂക്ക് വെട്ടാം. ഇഷ്ടമുള്ള ഷേപ്പിലൊന്നും വെട്ടണ്ട, ഒരു മൂക്കിൻ്റെ ഷേപ്പിൽ അങ്ങ് വെട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഒട്ടിക്കാം. അങ്ങനെ എൻ്റെ വെട്ടപ്പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഒട്ടിക്കൽ പ്രക്രിയയിലേക്ക് കിടക്കുകയാണ്. കണ്ണും മൂക്കും അതിൻ്റെതായ യഥാർത്ഥ സ്ഥാനത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ്. അതിനിടയ്ക്ക് ഞാൻ ഇച്ചിരി വെട്ടാൻ പോയി, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അങ്ങനെ ഒട്ടിച്ചെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേ നമുക്ക് നല്ല മനോഹരമായി നല്ല ക്യൂട്ടി ടെഡി ബിയേഴ്സിൻ്റെ കീ ചെയിൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. ഞാൻ കൊടുക്കാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ഇട്ട ആൾക്കുമാണ്. ഇത് കണ്ട് എന്ത് മനോഹരമല്ലേ. അപ്പോൾ ഞാൻ അവർക്കെല്ലാവർക്കും കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ബൈ.